Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyanur. Arabian Jewelers, Payyanur and Trikkaripur. Kalarakal's Gold Park, Payyanur. White House, National Highway, Chiruvuttur and Chulikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിനിമ ഓഡീഷന്റെ മറവിൽ പയ്യന്നൂരിൽ പീഡന ശ്രമം. ബാർ ജീവനക്കാരൻ അറസ്റ്റിൽ. വൈശാഖ് ഇന്റർനാഷണലിലെ ജീവനക്കാരനായ KV രമേശിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലം തൂത്തുവാരുമെന്നും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നാട്ടിൽ നാശം വിതറുകയാണെന്നും PK കുഞ്ഞാലിക്കുട്ടി MP. അതിർത്തിയിൽ നിന്ന് പോരാടുന്ന സൈനികർക്കാണ് തങ്ങളുടെ പൂർണ്ണ പിന്തുണയെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ കല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിരാലംബരായ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ UDF നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഏകദിന ഫണ്ട് ശേഖരണം നടത്തി. പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകി. വേനൽ കത്തിത്തുടങ്ങി. കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമോടുമ്പോൾ ഉപയോഗശൂന്യമായി തീരുകയാണ് ഒരു ജലസ്രോതസ്. തുമ്പത്തടം പുഴയിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ നടപടിയില്ല. പെൺകുട്ടികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏക ഗ്രാസ് റൂട്ട് ഫുട്ബോൾ പരിശീലനം കിക്ക് ഓഫിന് പയ്യന്നൂരിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. സിനിമ ഓഡീഷന്റെ മറവിൽ പയ്യന്നൂരിൽ പീഡന ശ്രമം. ബാർ ജീവനക്കാരൻ അറസ്റ്റിൽ. വൈശാഖ് ഇന്റർനാഷണലിലെ ജീവനക്കാരനായ KV രമേശിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി റോഡിലെ വൈശാഖ് ഹോട്ടലിൽ വച്ചാണ് കോഴിക്കോട് സ്വദേശിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പയ്യന്നൂർ വൈശാഖ് ഹോട്ടലിൽ വച്ച് പുതുതായി ചിത്രീകരണം ആരംഭിക്കുന്ന തമിഴ് സിനിമയുടെ ഓഡിഷൻ നടക്കവെയാണ് സംഭവം. ഓഡിഷന് പങ്കെടുക്കുന്നതിനായാണ് കോഴിക്കോട് സ്വദേശിനിയായ യുവതി കൂട്ടുകാരിയുമൊത്ത് പയ്യന്നൂരിലെത്തിയതത്രേ. ഹോട്ടൽ മുറിയിലെത്തിയ യുവതിയെ ഹോട്ടൽ ജീവനക്കാരനും ഇരിട്ടി സ്വദേശിയുമായ KV രമേശനാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. യുവതിയുടെ കരച്ചിൽ കേട്ടെത്തിയവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പയ്യന്നൂർ SI KV സജിത് കുമാറും ASI സുനിൽകുമാറും അടങ്ങുന്ന പോലീസ് സംഘമെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. സമീപകാലത്ത് വടക്കേ മലബാർ സിനിമാ മേഖലയുടെ ഇഷ്ട ലൊക്കേഷനായി മാറുകയാണ്. അതിനിടയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ നാടിന്റെ പ്രതിച്ഛായതിനെ തകർക്കുമെന്ന വാദവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലം തൂത്തുവാരുമെന്നും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നാട്ടിൽ നാശം വിതറുകയാണെന്നും PK കുഞ്ഞാലിക്കുട്ടി MP. അതിർത്തിയിൽ നിന്ന് പോരാടുന്ന സൈനികർക്കാണ് തങ്ങളുടെ പൂർണ്ണ പിന്തുണയെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിൽ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് പുതിയ ആസ്ഥാന മന്ദിരം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്മാരക സൗധം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വൈറ്റ് ഗാർഡ് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് ഇലക്ഷനിൽ കാസർഗോഡ് മണ്ഡലം തൂത്തുവാരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. BJP ഗവൺമെന്റ് ഇന്ത്യ മുഴുവൻ നാശം വിതറുന്നു, ആളുകളെ ഭിന്നിപ്പിക്കുന്നു, ജനങ്ങളെ കൊള്ളയടിക്കുന്നു, ദരിദ്രരാക്കുന്നു, പണക്കാരനെ പിന്നെയും പണക്കാരനാക്കുന്നു, പാവങ്ങളെ പിന്നെയും പാവങ്ങളാക്കുന്നു. എന്നെയും നിങ്ങളെയൊക്കെ ബാധിച്ചു തുടങ്ങി. ഈ പയ്യന്നൂർ അങ്ങാടിയിലുള്ള എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പോവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും.
കൂലിന്മേൽ കുരു എന്ന പോലെ അതിർത്തിയിൽ പ്രശ്നമുണ്ട്. നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്തോടൊപ്പമാണ്. രാജ്യത്തിന്റെ ഒരു പട്ടാളക്കാരൻ അവിടെ വധിക്കപ്പെടുന്നതിൽ, തീവ്രവാദികളാൽ വധിക്കപ്പെടുന്നതിൽ നമുക്കൊക്കെ വിഷമമുണ്ട്. ആ കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ്. ജാതി മത വ്യത്യാസമില്ലാതെ നമ്മൾ പിന്തുണ ഇന്ത്യക്കാണ്, ഇന്ത്യൻ മിലിറ്ററിക്കാണ്. അല്ലാതെ നരേന്ദ്രമോദിക്കല്ല. നരേന്ദ്രമോദി വേറെ, ഇന്ത്യ വേറെ, പട്ടാളം വേറെ, മോഡി വേറെ. ഒരു വോട്ട് ശേഖരണത്തിനുള്ള മാർഗമാണ്. രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ട ആ ദിവസം, തീവ്രവാദി പുൽവാമ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാ പരിപാടിയും നിർത്താൻ പറഞ്ഞു. പക്ഷെ വേറൊരാൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, മുഖത്ത് പൗഡറൊക്കെ ഇട്ട് പെയിന്റൊക്കെ പൂശി അവിടെ ടിവിന്റെ മുമ്പിൽ നിന്ന് അടുത്ത ഗ്രൗണ്ടിലേക്ക് പായാണ് പൊതുയോഗത്തിന് അഭിസംബോധന ചെയ്യാൻ വേണ്ടി. കിട്ടിപ്പോയി. എന്നിട്ട് തലയെക്കെട്ടൊക്കെ കെട്ടി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി രാജ്യം അപകടത്തിലാവുമ്പോൾ, രാജ്യത്തിന്റെ മുമ്പിൽ ഒരു ആശങ്ക ഉണ്ടാവുമ്പോൾ, ജനങ്ങൾ മുഴുവൻ മുൾമുനയിൽ നിൽക്കുമ്പോൾ അത് സ്വന്തം പാർട്ടിയുടെ നേട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓടുമോ? മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദർ മൗലവി, അബ്ദുറഹ്മാൻ രണ്ടത്താണി, NA നെല്ലിക്കുന്ന്, ഫായിസ് കൗവായി, VKP ഇസ്മായിൽ, KT സഹദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അക്രമത്തിലൂടെ ജയിക്കാമെന്ന പഴയ തന്ത്രത്തിനാണ് പുതുതലമുറയിലെ DYFI നേതാക്കളെ CPM കൊലക്കത്തിയുമായി അയക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MLA. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള ഫണ്ട് ശേഖരണം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ UDF ഉന്നത നേതാക്കളും MLA-മാരും ഫണ്ട് ശേഖരണത്തിന് ചുക്കാൻ പിടിച്ചതോടെ ധനശേഖരണം വൻ വിജയമായി മാറി. രാവിലെ 9 മുതൽ UDF-ന്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളും പ്രവർത്തകരും ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കടുത്ത വെയിലിനെ പോലും അവഗണിച്ച് കയറിയിറങ്ങി. തങ്ങളുടെ കുടുംബത്തിന്റെ സഹായം അവർ UDF നേതാക്കളെ ഏൽപ്പിച്ചു. വിവിധ പഞ്ചായത്ത് തലങ്ങളിൽ UDF ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾ ഫണ്ട് ശേഖരണ പരിപാടി ഏകോപിപ്പിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ UDF-ലെ പാലക്കാട് MLA ഷാഫി പറമ്പിലാണ് ധനശേഖരണം നയിച്ചത്. അക്രമത്തിലൂടെ ജയിക്കാമെന്ന പഴയ തന്ത്രത്തിനാണ് പുതുതലമുറയിലെ DYFI നേതാക്കളെ CPM കൊലക്കത്തിയുമായി അയക്കുന്നതെന്നും എന്നാൽ അത് ഇന്നത്തെ യുവതലമുറയ്ക്ക് സ്വീകാര്യമല്ലാത്ത നയമാണെന്ന കാര്യം ഇനിയും CPM നേതൃത്വം മനസ്സിലാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫണ്ട് ശേഖരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MLA അഭിപ്രായപ്പെട്ടു. ആ ദൃശ്യങ്ങൾ കണ്ട മുഴുവൻ കേരളീയരും രാഷ്ട്രീയത്തിന് അതീതമായി ചോദിക്കുന്ന ചോദ്യം ഒന്ന്, ഇത്ര ചെറുപ്പത്തിൽ അവരെ കൊന്നുതള്ളാൻ എങ്ങനെ ഇവർക്ക് മനസ്സ് വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ആ കുടുംബങ്ങളിലേക്ക് സാഹചര്യം കണ്ടിട്ടും അതിൽ പിറന്നൊരു കുട്ടിയെ 19 വയസ്സുള്ള ഒരാളെയൊക്കെ കൊല്ലാൻ മാത്രം എന്ത് വിരോധമാണ് അവർക്ക് വേറൊരാളെ ജനിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അക്രമത്തിലേക്ക് തിരിയാത്ത ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന UDF-ഉം കേരള ജനതയും ജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പമാണെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. തൃക്കരിപ്പൂരിലെ ഫണ്ട് ശേഖരണത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ AGC ബഷീർ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി VK ബാവ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, S കുഞ്ഞഹമ്മദ്, KV മുകുന്ദൻ, PV കണ്ണൻ മാസ്റ്റർ, സത്താർ വടക്കുംപാട്, K ശ്രീധരൻ മാസ്റ്റർ, ഫായിസ് ബിരിച്ചേരി, M രജീഷ് ബാബു, VPP ഷുഹൈബ്, C രവി, ഷംസുദ്ദീൻ IT, KU രാമദാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരിയ കല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിരാലംബരായ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ UDF നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഏകദിന ഫണ്ട് ശേഖരണം നടത്തി. പടന്നയിൽ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പടന്ന മണ്ഡലത്തിലെ എടച്ചാക്കയിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായിരുന്നു. സഹായ ഫണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് AP അബ്ദുള്ളക്കുട്ടി സംസാരിച്ചു. വിശേഷിച്ച് കോൺഗ്രസ് പ്രവർത്തകരും രക്തസാക്ഷികളായ കൃപേഷിനും ശരത് ലാലിൻ്റെയും കുടുംബ സഹായത്തിനു വേണ്ടി ഫണ്ട് കളക്ഷൻ നടക്കുകയാണ്. ഈ ഫണ്ട് കളക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃപേഷിന് ഒരു നല്ല വീടുണ്ടാക്കി കൊടുക്കുക, 2 പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കുക, അതിലുപരി ഈ കൊടും ക്രൂരത ചെയ്ത ക്രിമിനലുകളെ തൂക്കുകയർ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ നിയമ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സഹായധനം സ്വീകരിക്കുന്നത്. PK താജുദ്ദീൻ, K കുഞ്ഞമ്പു, TK സുബൈദ തുടങ്ങിയ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെൺകുട്ടികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏക ഗ്രാസ് റൂട്ട് ഫുട്ബോൾ പരിശീലനം കിക്ക് ഓഫിന് പയ്യന്നൂരിൽ തുടക്കമായി. കേരള സംസ്ഥാന കായിക യുവജന വകുപ്പ് നടപ്പാക്കുന്ന ഗ്രാസ് റൂട്ട് ഫുട്ബോൾ പരിശീലന പരിപാടിയായ കിക്ക് ഓഫിന്റെ പെൺകുട്ടികൾക്കുള്ള പരിശീലന സെലക്ഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു.
ഈ പറയുന്ന ഗ്രാസ് റൂട്ട് ഏറ്റവും അടിത്തട്ടിലുള്ള കുട്ടികളെ അവരെ പരിശീലിപ്പിച്ച് അവരെ ശേഷിയുള്ളവരാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ചെറുപ്രായത്തിലുള്ളവരെ പരിശീലിപ്പിക്കുക. ഇന്ത്യൻ വനിതാ ജൂനിയർ ഫുട്ബോൾ ടീം മുൻ ചീഫ് കോച്ചായിരുന്ന പ്രിയ ചടങ്ങിൽ മുഖ്യാതിഥിയായി. 2007-2008 വർഷങ്ങളിൽ ജനിച്ച ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടി സംസ്ഥാനത്തെ 18 സെന്ററുകളിൽ ആരംഭിച്ചിരുന്നു. ഇതേ പ്രായപരിധിയിലുള്ള പെൺകുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലന പദ്ധതിയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ സെന്ററായി പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോക റാങ്കിങ്ങിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ശാരീരിക മികവുള്ള കുട്ടികളെ ചെറുപ്രായത്തിലെ കണ്ടെത്തി അവർക്ക് പ്രൊഫഷണൽ സമീപനത്തിലൂന്നിയ ദീർഘകാല പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക സെലക്ഷനിൽ നിന്ന് കണ്ടെത്തിയ 50 പേർക്ക് വേണ്ടി 4 ദിവസം പ്രിപ്പറേറ്ററി ക്യാമ്പ് നടക്കും. അതിനുശേഷം ഇവർക്കായി ഫൈനൽ സെലക്ഷൻ നടക്കും. ഫൈനൽ സെലക്ഷനിൽ കണ്ടെത്തുന്ന 25 പേരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പരിശീലനം, ലഘുഭക്ഷണം, സ്പോർട്സ് കിറ്റ് എന്നിവ നൽകും. ഇന്റർ സെന്റർ മത്സരങ്ങൾ, വിദേശ വിദഗ്ധ കോച്ചുകളുടെ സാങ്കേതിക സഹായങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതുമാണ്. പാണ്ഡ്യാല പോർട്ടിലേക്ക് വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തിത്തുടങ്ങി. 3 മാസം നീളുന്ന ടൂറിസം ഉത്സവത്തിന് തുടക്കമാകുമ്പോൾ ഉദ്ഘാടന ദിവസത്തെ സാഹസിക കലാസാംസ്കാരിക പരിപാടികൾ വ്യത്യസ്തതയുള്ളതായി. മത്സരങ്ങളുടെ കാലഘട്ടത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വൈവിധ്യമാർന്ന പരിപാടികളുമായി 3 മാസം നീളുന്ന ടൂറിസം ഉത്സവത്തിന് തുടക്കമിടുമ്പോൾ ഉദ്ഘാടന ദിവസത്തെ സാഹസിക കലാ സാംസ്കാരിക പരിപാടികൾ ഏറെ വ്യത്യസ്തതയുള്ളതായി. വലിയ പറമ്പെന്ന പഴയ ദ്വീപ് പഞ്ചായത്തിൽ റോഡുകളും പാലങ്ങളും അനുബന്ധ സൗകര്യങ്ങളും എത്തിയപ്പോൾ ദ്വീപ് എന്ന പേര് ആരും ഉപയോഗിക്കാതെയായി. എന്നാൽ പഞ്ചായത്തിലെ തെക്കൻ മേഖലയിൽ പഴമയുടെ പാരമ്പര്യത്തിന്റെയും പ്രൗഢിയോടെയും ഇന്നും റോഡില്ലാതെ യഥാർത്ഥ ദ്വീപിലായി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ജനങ്ങൾ. ലോക ടൂറിസം ഭൂപടത്തിൽ ഗണനീയമായ സ്ഥാനം വലിയ പറമ്പിന് ലഭിക്കുമ്പോൾ പാണ്ഡ്യാല പോർട്ട് എന്ന കേന്ദ്രത്തെ ചുറ്റിയാണ് സഞ്ചാരികൾ തൃപ്തരാകുന്നത്. കായലിലൂടെ മോട്ടോർ ഉപയോഗിച്ചുള്ള ബോട്ട് യാത്ര, കയാക്കിംഗ്, നീന്തൽ, നാടൻ രീതിയിലും ആടുവല ഉപയോഗിച്ചും മത്സ്യബന്ധനത്തെ പരിചയപ്പെടുത്തൽ, മ്യൂറൽ പെയിന്റിംഗ് പരിചയം, ഓലക്കുട, ഓലമെടയൽ, തഴപ്പായ നെയ്ത്ത്, മലബാർ ഫുഡ് ആൻഡ് ഡിഷ്, മൈലാഞ്ചിയിടൽ, കക്കവാരൽ എന്നിവയ്ക്കു പുറമെ തേങ്ങയിൽ നിന്നും വെന്ത വെളിച്ചെണ്ണ നിർമ്മാണവും കുക്കറി ഷോകളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉദ്ഘാടന ഭാഗമായി കവായി കായലിലൂടെ 10 വയസ്സുകാരി സ്വാലിഹയുടെയും വനിതകളുടെയും ആകർഷകമായ ഖയാക്കിംഗ്, കായലിനു കുറുകെ സ്വാലിഹയുടെ നീന്തലഭ്യാസം. വിനോദങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനമായ സ്ഥാനമാണ് എന്നുള്ളത്. കാരണം വെച്ചാൽ സാഹസിക വളർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം സാഹസികത ചെയ്യുന്ന ഏതൊരാളും സെൽഫ് കോൺഫിഡൻസ് വളരെയധികം കൂടുതലാണ് അവർക്ക്. എല്ലാവർക്കും ഏതൊരാളും ജനിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ സാഹസിക മനോഭാവത്തോടുകൂടി അതൊരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്നത് പോലും. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ പിന്നെ മലബാർ അഡ്വഞ്ചർ സ്ഥാപനം തുടങ്ങിയതും പിന്നെ എൻ്റെ മകളെ സാഹസിക വിനോദങ്ങളിലേക്ക് കൊണ്ടുവന്നതും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലാ മൗണ്ടറിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളപ്പം ഈ പബ്ലിക്കിന് വേണ്ടി ട്രെയിനിങ് വെച്ചിരുന്നു. അപ്പോൾ അതിൽ പലരും ഇങ്ങനെ പങ്കെടുക്കാൻ വിമുഖത കാണിച്ചപ്പം ഞാൻ പല കുട്ടികളെയും പലതരത്തിലും ആകർഷിക്കാൻ നോക്കിയപ്പം അച്ഛനമ്മമാർ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങളൊരു കുട്ടി ഉണ്ടായിട്ട് നിങ്ങൾ അവരൊന്ന് ചെയ്ത് നോക്കുക, എന്നാലേ അതിൻ്റെ വിഷമം അറിയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അത് പ്രേരിപ്പിച്ചത്. കരിമീൻ സ്പെഷ്യൽ ഉൾപ്പെടെ സുമ അജിത്തിന്റെ കുക്കറി ഷോ, റോളർ സ്കേറ്റിംഗ്, കടലോരത്ത് കുതിരസവാരി തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു. സാംസ്കാരിക സായാഹ്നം സിനിമാ നിർമ്മാതാവ് TV ബാബു ഉദ്ഘാടനം ചെയ്തു. ഫോക്ലാൻഡ് ചെയർമാൻ V ജയരാജൻ മുഖ്യാതിഥിയായി. രാത്രി വനിതകളുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കെട്ടിടങ്ങളിലെ അഗ്നി പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കാൻ അഗ്നിശമന സേനയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലുമാണ് പരിശോധന നടന്നത്. 40-ലേറെ നിയമലംഘനമാണ് സംഘം കണ്ടെത്തിയത്. കേരളത്തിൽ അടുത്ത കാലത്തായി കെട്ടിടങ്ങളിലും മറ്റും വർദ്ധിച്ച തോതിൽ തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയെ തുടർന്നാണ് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തിയത്. കെട്ടിടങ്ങളുടെ സുരക്ഷയ്ക്കും തീപിടുത്തം തടയുന്നതിനും സ്ഥാപിച്ചിട്ടുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ദൗത്യം. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് പഞ്ചായത്തിനും ദുരന്ത നിവാരണ വകുപ്പിനും കലക്ടർക്കും സമർപ്പിക്കും. സുരക്ഷാ വീഴ്ചയുള്ള കെട്ടിടങ്ങളുടെ കാര്യത്തിൽ തുടർ നടപടിക്കും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യും. പരിശോധനയിൽ മിക്ക കെട്ടിടങ്ങളിലും നിയമലംഘനം കണ്ടെത്തുകയും ചെയ്തു.
ലൈസൻസ് പുതുക്കാത്തതും സുരക്ഷാ സംവിധാനം ഇല്ലാത്തതുമായ കെട്ടിടങ്ങളും ഉടമകൾക്ക് നേരെയും നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ തദ്ദേശ സ്ഥാപനത്തിനും കലക്ടർക്കും കൈമാറുമെന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ പറഞ്ഞു. ഫയർ സേഫ്റ്റി സ്ക്വാഡ് രൂപീകരിച്ചിട്ട് കെട്ടിടങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും പരിസരങ്ങളിലെല്ലാം പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ആൾക്കാർ പോയിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പരിശോധനയിൽ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ഫയറിൻ്റെ അഗ്നിസുരക്ഷാ നിരാക്ഷാപക സാക്ഷ്യപത്രം എടുത്തിട്ടുണ്ടെങ്കിലും അത് വാർഷികമായി പുതുക്കിയായി കാണപ്പെടുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെല്ലാം കൃത്യമായി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു അപകടം മുൻകൂട്ടി നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. ആയതിനാൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും ഒക്കെ സംസാരിച്ചിട്ട് ഇവിടെ കിടക്കുന്ന എല്ലാ ബിൽഡിങ്ങുകൾക്കും നോട്ടീസ് കൊടുക്കാനും അതിൻ്റെ ഫർദർ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുനിസിപ്പാലിറ്റിക്ക് അടുത്ത് നമ്മളിപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ മിക്ക ആശുപത്രികളിലും എമർജൻസി എക്സിറ്റ് ഇല്ലെന്നും റൂഫ് ടോപ്പ് നിയമാനുസൃതമല്ലാതെ ഗോഡൌണായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വേനൽ കത്തിത്തുടങ്ങി. കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമോടുമ്പോൾ ഉപയോഗശൂന്യമായി തീരുകയാണ് ഒരു ജലസ്രോതസ്സു തന്നെ. മാതമംഗലം തുമ്പത്തടം പുഴയിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ അധികൃതരുടെ ഭാഗത്തുനിന്നാകട്ടെ അനക്കവുമില്ല. എത്ര തന്നെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയാലും കടുത്ത വേനലിൽ ശുദ്ധജലത്തിനായി പരക്കം പായുന്നവർ നമുക്ക് ചുറ്റിലും ഏറെയുണ്ട്. ഒരു നാടിന്റെ തന്നെ ജീവനാഡിയായ പുഴയാണ് മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമാവുന്നത്. മാതമംഗലം തുമ്പത്തടം പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടും വിധം വീണുകിടക്കുന്ന ഒരു മരവും ഇതിൽ തങ്ങി മുന്നോട്ടു പോവാനാവാതെ കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരവും. അതാണ് ഈ പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പ്ലാസ്റ്റിക് കുപ്പികളടക്കം പുഴയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ അധികാരികൾ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല. കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ പുഴയിൽ നിന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്കടക്കം വെള്ളം എത്തിക്കുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന ആക്ഷേപമാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ നെഞ്ചേറ്റിയ 130 കോടി ഇന്ത്യൻ ജനതയുടെ ഹൃദയാഭിവാദ്യം ആവിഷ്കരിച്ച് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ സുരേന്ദ്രൻ കൂക്കാനം. സ്വന്തം ഹൃത്തടം ക്യാൻവാസാക്കി മാറ്റിയാണ് അഭിനന്ദൻ വർദ്ധമാനുമായുള്ള ഇന്ത്യൻ ജനതയുടെ ഹൃദയാഭിവാദ്യം സുരേന്ദ്രൻ ആവിഷ്കരിച്ചത്. ശത്രുരാജ്യത്തെ പീഡനത്തിലും ചോദ്യം ചെയ്യലിലും പതറാതെ ധീരനായ വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാൻ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇന്ത്യൻ മണ്ണിലേക്ക് നെഞ്ചുവിരിച്ചെത്തിയപ്പോൾ അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർന്നിരുന്നു. ധീരതയുടെ പ്രതീകമായ അഭിനന്ദ് വർദ്ധമാനെ നെഞ്ചേറ്റിക്കൊണ്ടാണ് പ്രശസ്ത ചിത്രകാരനും ശില്പിയും പരിസ്ഥിതി പ്രവർത്തകനുമായ സുരേന്ദ്രൻ കൂക്കാനം തന്റെ നെഞ്ചിൽ അഭിനന്ദിന്റെ ചിത്രം വരച്ച് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമക്ക് മുന്നിൽ ധീരസൈനികൻ അഭിനന്ദ് നിന്നെ ഞങ്ങൾ നെഞ്ചിലേറ്റുന്നു എന്ന ബോർഡും പിടിച്ചിരുന്ന സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ നെഞ്ചിൽ പ്രശസ്ത ചിത്രകാരനും അധ്യാപകനുമായ സൈമൺ മാസ്റ്റർ ദേശീയ പതാകയുമേന്തിയ യുദ്ധവിമാനമായ മിറാഷും അഭിനന്ദിന്റെ ചിത്രവും വരച്ചെടുത്തുകൊണ്ടാണ് ഈ ആദരവ് പരിപാടി പൂർണ്ണതയിലെത്തിച്ചത്. ധീര സൈനികൻ അതുപോലെ വൈമാനികനായ അഭിനന്ദ്, അദ്ദേഹം പാക് പട്ടാളത്തിൻ്റെ പിടിയിലകപ്പെട്ട് 2-3 ദിവസമായി. ഇന്ത്യക്കാർക്ക് വളരെ ആകുലമായ നിമിഷമായിരുന്നു അത്. അപ്പോൾ എല്ലാ ഇന്ത്യക്കാരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തെ പാക് സൈന്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു. അത് വളരെ അഭിനന്ദനാർഹമാണ്, സന്തോഷസൂചകമാണ്. അദ്ദേഹത്തിന് പോലെ മറ്റ് നമുക്ക് നാടിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി മൃത്യു വരിച്ച സൈനികർക്കും ഒപ്പം ചേർന്നുകൊണ്ട് അഭിനന്ദന് അദ്ദേഹത്തിൻ്റെ ചിത്രം നെഞ്ചിലേറ്റി വരക്കുക എന്നുള്ളൊരു ആശയമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. എൻ്റെ പ്രിയ സുഹൃത്തും ചിത്രകാരനുമായ സൈമണാണ് എൻ്റെ നെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ വീരചിത്രം വരച്ചത്, അല്ലെങ്കിൽ ആലേഖനം ചെയ്തത്. അപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും, നമ്മുടെ സൈനികരെ സ്നേഹിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും എൻ്റെയും സൈമണിൻ്റെയും ധീര അഭിവാദ്യം അർപ്പിക്കുക. രാജ്യം ഇന്ന് വീരനായകനായി പ്രഖ്യാപിച്ച അഭിനന്ദ് വർദ്ധമാന് സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ ആദരവ് പരിപാടിയിൽ പാർക്കിലെത്തിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
കട്ടച്ചേരി പലിയേരിക്കോവൽ കൂക്കാനം പുത്തൂർ റോഡ് പ്രവൃത്തി തുടങ്ങി. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗതാഗതം സുഗമമായി നടക്കണം, ഇതെല്ലാം നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പൊ ആ തരത്തിൽ ഗതാഗത മേഖലയിൽ റോഡുകളുടെ ആവശ്യകത അത് കൂട്ടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. നേരത്തെ അത് സർക്കാരിന്റെ ഒരു ബഡ്ജറ്റ് മുഖേനയുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിർവഹിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഓരോ തവണയും ബഡ്ജറ്റിൽ റോഡിന് വേണ്ടി കുറെ പണം മാറ്റിവെക്കും. പക്ഷെ അന്നത്തെയും ഇന്നത്തെയും ഒരു സ്ഥിതി സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസം, ഇന്ന് ബഡ്ജറ്റിൽ വകയിരുത്തുന്ന തുക ഒരു സുതാര്യമായി ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ചെലവഴിക്കുന്ന രീതി ഇപ്പോൾ വന്നിട്ടുണ്ട്. നേരത്തെ അതില്ല. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് അതായിരുന്നു, ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. ജയദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. P. രമേശൻ, KV രാധാമണി, P. ജാനകി ടീച്ചർ, VP ശാരദ, E. അനീഷ്, CK നിർമ്മല, AK ഗിരീഷ് കുമാർ, അപ്യാൽ രാഘവൻ, EP കരുണാകരൻ, K. നാരായണൻ, P. ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5 കോടി 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കട്ടച്ചേരി പലിയേരിക്കോവൽ കൂക്കാനം പുത്തൂർ റോഡിന്റെ വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്തുന്നതിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. കൂക്കാനം AKG വായനശാല പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായി പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 4-ന് നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വ്യത്യസ്ത കാരണങ്ങളാൽ ലഹരിക്ക് അടിമപ്പെട്ട് ശാരീരികവും മാനസികവുമായ ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ആരംഭിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി രോഗികൾക്ക് കൗൺസിലിംഗ്, കിടത്തി ചികിത്സ എന്നീ സേവനങ്ങൾ കേന്ദ്രത്തിൽ സൗജന്യമായി ലഭിക്കും. കൺസൾട്ടന്റ്, സൈക്യാട്രിസ്റ്റ്, ഡോക്ടർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നീ വിദഗ്ധരുടെ സേവനവും ലഭ്യമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ OP പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 70ഓളം പേർ ഇതിനോടകം കേന്ദ്രത്തിൽ സേവനത്തിനായി സമീപിച്ചിട്ടുണ്ട്. ഇതിൽ 7 പേരെ കിടത്തി ചികിത്സിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്, P. കരുണാകരൻ MP, C. കൃഷ്ണൻ MLA, ജില്ലാ പോലീസ് മേധാവി G. ശിവവിക്രം തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 4-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ബഹുമാന്യ കേരളത്തിൻ്റെ തുറമുഖ പുരാവസ്തു പുരാതന മ്യൂസിയം ബഹുമാന്യ എക്സൈസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ ചടങ്ങ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, ആശുപത്രി സൂപ്രണ്ട് V. ലേഖ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ P. K. സുരേഷ് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ VV. പ്രഭാകരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനം KSU പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥികൾ തൃക്കരിപ്പൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വെള്ളിയാഴ്ച വൈകിട്ട് ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാമ്പസിനകത്തും ചീമേനി ടൗണിലുമായി തലയ്ക്കും മുഖത്തും പരിക്കേറ്റ 4-ാം വർഷ സിവിൽ വിദ്യാർത്ഥി P. അബ്ദുൾ അജ്മലും 3-ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി അമൽ കൃഷ്ണയുമാണ് തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. SFI, DYFI പ്രവർത്തകരാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് ഇവർ പറയുന്നു. KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതറിഞ്ഞ് ആശുപത്രിയിലെത്തിയ KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നോയൽ ടോമിൻ ജോസും ഷാഫി പറമ്പിൽ MLAയും അക്രമത്തെ അപലപിച്ചു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വലിയ ആശങ്കയിലാണ് കാസർഗോഡ് നടന്ന സംഭവവികാസങ്ങൾ, പെരിയയിലെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് 19ഉം 24ഉം വയസ്സായ 2 ചെറുപ്പക്കാരെ മൃഗീയമായി കൊന്നതിൻ്റെ വേദന ഇത് കേരളത്തിലെ മനസാക്ഷിയുള്ള ആരുടെയും ഹൃദയത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പം മറ്റ് സംഭവവികാസങ്ങളൊക്കെ രാജ്യത്ത് അരങ്ങേറിയതിൻ്റെ പേരിൽ പക്ഷേ ചർച്ചകളിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും അത് സൃഷ്ടിച്ച ആഘാതം വളരെ വലുതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പാഠം പഠിക്കാൻ ചില ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ചീമേനിയിൽ KSU കുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമം. CPMൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഇവരെ പഠിപ്പിച്ചു കൊടുത്ത ഈ സംവിധാനം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ വർഷങ്ങളും പതിറ്റാണ്ടുകളുമായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവതരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഇരട്ട കൊലപാതകം നടന്ന ഒരു ജില്ലയിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ക്യാമ്പസിനകത്തൊരു KSU യൂണിറ്റിനോട് പോലും കാണിക്കുന്ന അസഹിഷ്ണുത
തികഞ്ഞ ഫാസിസമാണ്. ഇതിനെ UDF ജനാധിപത്യപരമായി ചെറുക്കും. കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ ഈ പ്രവണതകളെ ചെറുക്കുന്നത് വടിവാളുകൊണ്ടോ വാളുകൊണ്ടോ ആയിരിക്കില്ല, ജനങ്ങൾക്കൊപ്പം നിന്നിട്ടായിരിക്കും ചെറുക്കാൻ ഉദ്ദേശിക്കുന്നത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊലപ്പെടുത്തിയതിനു ശേഷം അക്രമം ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ CPM, DYFI, SFI തയ്യാറല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിലെ KSU പ്രവർത്തകന്മാരെ SFIക്കാരും പുറത്തുനിന്നുള്ള DYFIക്കാരും ക്രൂരമായിട്ട് ആക്രമിച്ചത്. ശക്തമായി KSU ജില്ലാ കമ്മിറ്റി പ്രതിഷേധിക്കുകയാണ്. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയുമായിട്ടാണ് കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി പേർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. BJP പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയ് സങ്കല്പ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് BJP സംസ്ഥാന കൗൺസിൽ അംഗം പ്രഭാകരൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് VP പ്രണബ് അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി വിജിത അശോകുമാർ, മണ്ഡലം സെക്രട്ടറി പ്രിയ സതീഷ് യോഗി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായിട്ടുള്ള യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വിജയ സങ്കല്പ ബൈക്ക് റാലി എന്ന പേരിൽ ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 4.5 വർഷം കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്നിട്ടു. ഈ ഇന്ത്യ രാജ്യത്ത് ഭരിച്ചിട്ടുള്ള എല്ലാ ഗവൺമെന്റിനെതിരെയും അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ 4 വർഷക്കാലമായി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ഒരു വിഷയത്തിൽ പോലും ഇന്ത്യ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അഴിമതി ആരോപണം ഉന്നയിക്കുവാനുള്ള ഒരു സാഹചര്യവും കഴിഞ്ഞ 4 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന വസ്തുത നാം മനസ്സിലാക്കണം. തുടർന്ന് ബൈക്ക് റാലിയും നടന്നു. പയ്യന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1962-63 വർഷം SSLC പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. ഹോട്ടൽ ജുജു ഇന്റർനാഷണലിൽ നടന്ന സംഗമത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. 56 വർഷങ്ങൾക്ക് മുൻപ് ബാല്യകാലം ചെലവഴിച്ച പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ തിരുമുറ്റത്ത് വെച്ച് വീണ്ടും കൂട്ടുകാർ ഒത്തുചേർന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘം ചെയർമാൻ K. ജയരാജന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ KU രവീന്ദ്രൻ മാസ്റ്റർ പുല്ലാങ്കുഴൽ വാദനം നടത്തി. എറണാകുളത്ത് നടന്ന സീനിയർ അത്ലറ്റ് മാസ്റ്റേഴ്സ് മീറ്റ് ജേതാവ് T. നാരായണനെ K. രാമചന്ദ്രൻ അനുമോദിച്ചു. തുടർന്ന് ഗ്രന്ഥകർത്താവ് K. രാമചന്ദ്രൻ, സീനിയർ അത്ലറ്റ് മാസ്റ്റേഴ്സ് മീറ്റ് ജേതാവ് T. നാരായണൻ തുടങ്ങിയവരെ അനുമോദിച്ചു. MP രാധ, ഡോക്ടർ ലതിക പുരുഷോത്തം, T. ജനാർദ്ദനൻ, KU നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർദ്ധക്യകാല പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ K. പ്രഭാകരൻ ക്ലാസ് നയിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇനി മാറ്റൊലി. അഭിനന്ദന്റെ തിരിച്ചുവരവ്. ഇതിനോടുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദ മദർ സ്കൂൾ വൈപ്പിരിയം, കാങ്കോൽ, പയ്യന്നൂർ. Knowledge is power. It opens to opportunities. I want to become a scientist. I want to become a mechanical engineer. I want to become an IAS officer. The life with more dreams. We provide a positive school climate and friendly, flexible education with complete English-speaking atmosphere. It is creative. We have qualified and experienced faculties. With smart classrooms, well-equipped lab, laboratory, library and communicative English classes. The mother school and father school kindergarten, Hillview, Vaipiria, Kangol, Payyanur. Our school makes our dream true. Contact 04985 281 400 281 461. ലോകത്തിൽ സമാധാനം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അത് 2 രാജ്യങ്ങൾ തമ്മിലായാലും വേണ്ടില്ല, ലോകത്തിലെ പല രാജ്യങ്ങൾ തമ്മിലായാലും വേണ്ടില്ല. അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ആരായേണ്ടത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അഭിനവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് അഭിനവ്
പാകിസ്ഥാനിൽ ചെന്ന് പെട്ടത്. അവനെ നമ്മുടെ ഗവൺമെൻറ് സഹായത്തോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ വിടുവിക്കാൻ, പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് തെരുവിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. പക്ഷേ അതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ പാകിസ്ഥാൻകാർ ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിർത്തിയിൽ വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവർ. അതിനെതിരായിട്ടുള്ള നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് ശക്തമായ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അഭിനന്ദൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു സമാധാനത്തിൻ്റെ സന്ദേശം എന്നൊക്കെയുള്ള രൂപത്തിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ഒരു ശത്രുതാ മനോഭാവത്തിന് ഈ ഒരു വിട്ടയക്കൽ പ്രക്രിയ അയവ് വരുത്തും എന്നും എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഇന്ത്യയിലെ യുവാക്കൾക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള അഭിനന്ദൻ്റെ പോരാട്ട വീര്യം ഒരുപാട് ആവേശഭരിതമാവുന്ന ഒരു മാനസികാവസ്ഥ നൽകും എന്നും എനിക്ക് അഭിപ്രായം. ഇന്ത്യയുടെ ഏറ്റവും ധീരനായ പോരാളി, ലോകരാഷ്ട്രത്തിന് മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച് അതുപോലെ പാകിസ്ഥാനോട് മാപ്പ് പറയുകയോ അവരുടെ മുമ്പിൽ നെഞ്ചുറുക്കോടെ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ അഭിനന്ദനെ പോലെയുള്ള ആളുകളാണ് നമുക്ക് ഇനിയും വേണ്ടത്. അഭിനന്ദൻ വർദ്ധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ ഒരു മാതൃകയായിരിക്കുക. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൂരത്വവും, ആ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ശത്രുരാജ്യത്തോടുകൂടിയുള്ള ശത്രുക്കളോടുകൂടിയുള്ള ആ പരാക്രമത്തിൽ അദ്ദേഹം വിജയിച്ചുകൊണ്ട് പാരച്യൂട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴില്ല ആ ഒരു ഇതിൽ വന്നതാണ് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റിയത്. അപ്പോൾ അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുത്ത് ഒട്ടും ചോർന്നിട്ടില്ല എന്ന് അദ്ദേഹത്തെ ഇന്ന് വിട്ടുകിട്ടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ചെറിയ പരിക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു മാതൃകാ പുരുഷനായിട്ടും ഒരു പഴയ ഒരു പുരാണ ഇതിഹാസത്തിലെ ഒരു വീരപുത്രനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് The Mother School Vaipiriam, Kangol, Payyanur. Knowledge is power. It opens to opportunities. I want to become a scientist. I want to become a mechanical engineer. I want to become an IAS officer. The life with more dreams. We provide a positive school climate and friendly, flexible education with complete English-speaking atmosphere. It is creative. We have qualified and experienced faculties. With smart classrooms, well-equipped lab, laboratory, library, and communicative English classes. The Mother School and Father Sukol Kindergarten, Hillview, Vaipiriam, Kangol, Payyanur. Our school makes our dream true. Contact 04985. പ്രധാന വാർത്തകളിലൂടെ ഒരിക്കൽ കൂടി. സിനിമ ഓഡീഷന്റെ മറവിൽ പയ്യന്നൂരിൽ പീഡന ശ്രമം. ബാർ ജീവനക്കാരൻ അറസ്റ്റിൽ. വൈശാഖ് ഇന്റർനാഷണലിലെ ജീവനക്കാരനായ കെ വി രമേശനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലം തൂത്തുവാരുമെന്നും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നാട്ടിൽ നാശം വിതറുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. അതിർത്തിയിൽ നിന്ന് പോരാടുന്ന സൈനികർക്കാണ് തങ്ങളുടെ പൂർണ്ണ പിന്തുണയെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ കല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിരാലംബരായ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ UDF നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഏകദിന ഫണ്ട് ശേഖരണം നടത്തി. പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകി. വേനൽ കത്തിത്തുടങ്ങി. കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമോടുമ്പോൾ ഉപയോഗശൂന്യമായി തീരുകയാണ് ഒരു ജലസ്രോതസ്. തുമ്പത്തടം പുഴയിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ നടപടിയില്ല. പെൺകുട്ടികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏക ഗ്രാസ് റൂട്ട് ഫുട്ബോൾ പരിശീലനം കിക്ക് ഓഫിന് പയ്യന്നൂരിൽ തുടക്കമായി. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.